Good morning, ma'am. Good morning, Miss. Good morning. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. ഇന്നാരാ prayer? ഞാനാണ് സെലീന ഫ്രം പാലക്കാട്. Okay, Selena. Okay. കേക്കാവോ? There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. ഇന്ന് കോട്ടൺ ഞാൻ തന്നെയാണ് മാം. Okay, da. People are unhappy when they get something too easily. You have to sweet, that's the only moral they know. By Danny Raffier. Okay, thank you. Okay, thank you. അപ്പോ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇന്ന് നമ്മള് ടെസ്റ്റിലേക്ക് വരാണ്, അല്ലെങ്കിൽ പോർഷനിലേക്ക് വരാണ്. അതൊക്കെ ഒന്ന് ഞാൻ പഴഞ്ചൊല്ലിനെ കുറിച്ച് ചോദിച്ചോട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള പഴഞ്ചൊല്ല്? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് മാം. ഇതിന്റെ മീനിങ് എന്താണ്? അതിലൊരാളൊന്ന് പറഞ്ഞുതരോ? ജനനം മുതൽ മരണം വരെയുള്ള ശീലം. ആണോ? ചെറുപ്പത്തിലെ ഒരു കുട്ടി ചെറുതിലേ ഉള്ള ശീലം. നമ്മള് അത് വലുതാവുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ലാസ്റ്റ് വരെയും തന്നെയായിരിക്കും. ചെറുതില് നമ്മൾ എന്ത് പഠിക്കുന്നോ അതന്നെയായിരിക്കും വലിയ പ്രായം വരെ, അല്ലെങ്കിൽ നമ്മളെ മരണം വരെ ഉണ്ടല്ലോ. വലുതാവുമ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും, പോയിട്ടുണ്ടായിരിക്കും ആ അറിവുകൾ തന്നെ. ഓക്കെ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ചെറുപ്പത്തില് നമ്മള് ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ ടൈമിലത്തെ ശീലങ്ങൾ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ചെറുപ്പത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശീലങ്ങളായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്കാലത്ത് പരിചിതമായ ശീലങ്ങളും പെരുമാറ്റങ്ങളും പ്രായപൂർത്തിയാവുമ്പോഴും നമ്മളത് സ്ഥിരമായിട്ട് തുടർന്നു വരും. ഞാനും അതേപോലെ കുറച്ച് ശീലങ്ങൾ ചെറുപ്പത്തിലേ ശീലിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതൊരു കോൺവെന്റ് സ്കൂളാണ്. അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോൺവെന്റ് സ്കൂൾ ആവുമ്പോൾ അറിയാതെ എല്ലാവർക്കും എന്താണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് സ്കൂളൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിക്കണം. അത് തന്നെ ഫുഡ് കറക്റ്റ് ആയിട്ട് ഫുഡ് മൊത്തം നമ്മൾ കഴിക്കണം, വേസ്റ്റ് ഒന്നും ആക്കാൻ പാടില്ല. അത് അവിടെ നിന്ന് ശീലിച്ചൊരു ശീലമാണ്. ദെൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോ പാത്രത്തിന് താഴത്തേക്ക് വീഴാൻ പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഞങ്ങൾക്ക് സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ശ്രദ്ധിക്കും. നിലത്ത് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിയാണ്. കാരണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആൾ ഇങ്ങനെ നടക്കും, ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പേടിയാണ്, താഴത്തേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് അടി കിട്ടും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കണം. അതേപോലെ നമ്മൾ വേസ്റ്റ് കളയാൻ പാടില്ല. അത് നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് സിസ്റ്റർ സോറി. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചു വന്നു. അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതേപോലെ തന്നെയാണ്. ഞാൻ ചെറുപ്പത്തില് എന്താണ് ശീലിച്ചത് അതേപോലെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ കുറച്ച് നല്ല എന്താ പറയാ
പുറത്തേക്കൊന്നും പോവില്ല. ഈ അന്ന് ശീലിച്ച ചെറിയ ശീലമാണത് ഫോളോ ചെയ്ത് പോകുന്നത്. അതേപോലെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക വെക്കണം അവിടെ നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ അതേ ശീലമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എന്റെ വീട്ടിലും അതന്നെ ഫോളോ ചെയ്തു. എന്റെ വീട്ടില് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചാൽ ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. വീട്ടിൽ അങ്ങനെ എല്ലാവരും ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ എന്റെ ഹസ്ബൻഡ് ഫാമിലിയിലേക്ക് വന്നപ്പോ ഇവിടെ അങ്ങനെയല്ല. അവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആദ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നമായിരുന്നു. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നോക്കി, ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു നോക്കി, ഇങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളാണത് എന്ത് ചെയ്യേണ്ടത്, ക്ലീൻ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കും. ടേബിളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അഴുക്ക് തോന്നും. എനിക്കത് അൺകംഫർട്ടബിൾ ആണ്. കാരണം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ, ഞാൻ ആ ഒരു രീതിയിലല്ല വന്നത്. അപ്പൊ എനിക്ക് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര വിഷമമാണ്. അതേപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് വേസ്റ്റ് ഇങ്ങനെ ടേബിൾ മേലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. പക്ഷെ അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം കുറെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വെച്ചാല് വേസ്റ്റ് ഒരു പാത്രം കൊണ്ട് വയ്ക്കും. അങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് കളയേണ്ട വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു പാത്രം കൊണ്ടുവന്ന് വയ്ക്കും. അപ്പൊ അവരങ്ങനെ ഇപ്പൊ ഫോളോ ചെയ്യേണ്ട ആ പാത്രത്തിലേക്കാണ് വരുന്നത്. ഞാനിപ്പോ കുറച്ച് മാറ്റാൻ ശ്രമിച്ചു, പക്ഷെ ഫുള്ളായിട്ട് അവരെ മാറ്റാനായിട്ട് പറ്റൂല. കാരണം ചെറുപ്പം മുതലേ അവർ ശീലിച്ച ശീലം ഗുഡ് മോർണിംഗ്. ഓക്കെ, അവർ ശീലിച്ച ശീലം അങ്ങനെയല്ല. അതെന്താണ്, ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ ശീലിക്കുന്നത് ആ ശീലം നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഓരോരുത്തർ ശീലിച്ച ശീലങ്ങൾ ഉണ്ടാവും. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ശീലിച്ച ശീലങ്ങളായിരിക്കും ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്ന് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും, നമ്മളിൽ എന്ത് ശീലമാണ് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടിന്യൂ ചെയ്ത് ഇത്രയും നാൾ വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ശീലം ഉണ്ടാവും. ഞാൻ എന്റെ ഒരു ശീലത്തിൽ ഞാൻ അത് ചെറുപ്പത്തിലേ മുതൽ ഇപ്പൊ വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ശീലമാണ് ഫുഡ് കഴിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കഴിക്കണം, ആ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെക്കണം. അതേപോലെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള കുറച്ച് നിർബന്ധമാണെന്ന് തോന്നുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു ശീലം ഞാൻ ഫോളോ ചെയ്ത് വന്നോണ്ട് എനിക്ക് അത് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റാരും എന്റെ ഒരു കാര്യം ചെയ്ത് എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ചിലപ്പോ ആ ഒരു ടൈമില് ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ വെച്ച് നമ്മൾ ശീലിച്ച ശീലമായതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. അപ്പൊ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി, നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ശീലം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യണ്ടാന്ന്, അങ്ങനെ എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ശീലങ്ങളൊക്കെ എനിക്കുണ്ട്. ഏത് ചെറുപ്പത്തിലേ മുതലുണ്ട്? മുതലുണ്ട്. വീട്ടിലെ അച്ഛൻ അങ്ങനെ ഞങ്ങളെ ശീലിപ്പിച്ചിരുന്നേ, അത് കാരണം ഇപ്പോഴും ചെയ്യും അങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് വേറെ ശീലങ്ങളുണ്ട് ഇതേപോലെ? ഞാൻ പറഞ്ഞത് എന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഞാൻ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്, ഞാൻ ഫോളോ ചെയ്ത എന്റെ ഒരു ശീലം പറഞ്ഞാണ്. നിങ്ങൾക്ക് അതേപോലത്തെ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടോ? എന്താന്ന് വെച്ചാൽ പറ. യെസ് മാം. ഏതാണ്, ആരാ പറയണത്? സഫീദ. പറ, മോൻ ശീലങ്ങൾ പറ. എനിക്ക് എന്താ പറയാ, എന്റെ സ്ലീപ്പിംഗ് ടൈം ഭയങ്കര നീറ്റ് ആയിരിക്കണം. റൂം അതുപോലെ ബെഡ്ഷീറ്റ് അതൊന്നും ചുളിയാനോ അങ്ങനത്തെ ഇതൊന്നും പാടില്ല. എനിക്ക് ആദ്യം മുതലേ അത് നല്ല നീറ്റായിട്ട് വേണം. അപ്പൊ ആ ശീലം തന്നെ എന്റെ മോളും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അശ്വതി അല്ലെ? പറയണോ മോൻ ഏതാ ശീലം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണ ചെറുപ്പം മുതല്? കേൾക്കുന്നില്ല. ഹലോ, പറഞ്ഞോടാ. ഓക്കെ, വേറെ ആരൊക്കെയാ? മാം, എന്റെ പേര് മുഫീദ എന്നാണ്. ഞാൻ ചെറുപ്പം മുതലേ എന്റെ ഡ്രസ്സസ് ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിഫോം ആയിക്കോട്ടെ, ബാക്കിയുള്ള ഡ്രസ്സസ് ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മള് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴും അത് എന്റേത് വേറെ ആരും അങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊന്നും എനിക്ക് തീരെ അങ്ങനെയല്ല, എനിക്ക് എന്തോ പോലായിരുന്നു. പിന്നെ എനിക്ക് ഡെലിവറിന്റെ ടൈമിൽ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ മദറിലോ ഒക്കെ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു. അത് ഞാൻ തന്നെ ചെറുപ്പം മുതലേ അത് ഞാൻ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് വേറെ ആരോ അത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണെങ്കിൽ അത് ചെയ്ത് തരുന്നത് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അതിപ്പോഴും അതേപോലെ തന്നെ.
എനിക്കും അതേപോലെയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല, എനിക്കത് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം. അത് ഞാൻ ചെറുപ്പത്തിൽ ആ ശീലം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. എന്താണ് ശ്രുതി? മാം എന്തായിരുന്നു നേരത്തെ ചോദിച്ചത്? എനിക്ക് റേഞ്ച് ഇല്ലായിരുന്നു, ക്ലിയർ ആയില്ലായിരുന്നു. ക്ലിയർ ആയിരുന്നില്ല. നമ്മൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടോന്നാ ചോദിച്ചത്. ഇപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെ, നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം. ഒരു മിനിറ്റ്, എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ഞാൻ ഫോളോ ചെയ്യുന്ന ശീലം പറയട്ടെ മാം? പറഞ്ഞോ ജോളി. ഞാൻ രാവിലെ ചെറുപ്പം മുതലേ കുളിക്കുമായിരുന്നു, ഇപ്പോഴും കുളിക്കണം. ആണോ? നേരത്തെ കുളിക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിയണം, കുളിക്കണം. 2 ശീലം മെയിനാണ്. ഇപ്പോഴും അതാ, അന്നും അതാ. എന്റെ ശീലം എന്ന് പറഞ്ഞാലേ ഇപ്പോഴും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഞാൻ എപ്പോഴും ആ കറക്റ്റ് ടൈമുകൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പങ്ക്ച്വാലിറ്റി മസ്റ്റാണ്. യെസ് മാം. ഹബീബ പേര്. ഹബീബ. നമ്മള് കഴിച്ച പാത്രങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെയാണ് കഴിക്കണം. പക്ഷെ ചെറുപ്പത്തിലേ നമ്മള് സെൽഫായിട്ട് ചെയ്യാൻ ശീലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് കുളി കഴിഞ്ഞ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് ആ ഒരു വാഷിംഗ് ഏരിയയിൽ കൊണ്ടിടുക. അങ്ങനെ കുട്ടികളെ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഫോളോ ചെയ്ത ശീലങ്ങൾ നമ്മളുടെ ലൈഫ് ലോങ് നമ്മളത് ഫോളോ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായല്ലോ അല്ലെ? കുട്ടിക്കാലത്ത് നമ്മൾ ശീലിച്ചിട്ടുള്ള ശീലങ്ങൾ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ ഫോളോ ചെയ്യുമെന്ന് കൺഫേം ആയി. നോക്കാം നമുക്ക്. The habit and the behavior familiar in childhood remains constant even in adulthood. നമ്മൾ കുട്ടിക്കാലത്ത് ശീലിച്ചിട്ടുള്ള ഹാബിറ്റ്സും ബിഹേവിയറും പെരുമാറ്റങ്ങളും നമ്മൾ റീമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ എത്ര മുതിർന്നാലും ആ ബിഹേവിയറും ആ ഹാബിറ്റും നമ്മൾ ഫോളോ ചെയ്യും. It is the education that helps the child to achieve healthy habits and attitude. അപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്ത് കാര്യത്തില്? ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. No health program can be improved without the help of schools. അപ്പൊ സ്കൂൾസിന്റെ എന്താ പറയാ ഹെൽപ്പോട് കൂടെ അല്ലാതെ നമുക്കൊരു ഹെൽത്ത് പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. Hence, whatever steps are taken in schools regarding health have a direct effects on the community. നമ്മൾ പറഞ്ഞു സ്കൂളുകൾക്ക് വളരെ വലിയ പങ്ക് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വളരെ വലിയ പങ്ക് ആർക്ക് വഹിക്കാൻ പറ്റും? സ്കൂളുകൾക്ക് വഹിക്കാനായിട്ട് പറ്റും. നമുക്ക് സ്കൂളുകളിലെ ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. എത്ര ടൈംസ് ബാത്ത് ചെയ്യണം, അതേപോലെ എത്ര ടൈംസ് എന്തെങ്കിലും ബ്രഷ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അവർ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു സ്കൂൾ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണ്. ഒരു കുട്ടിയുടെ കാര്യത്തില് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ആരാണ്? സ്കൂളുകളാണ്. അപ്പോ ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിനെ റിലേറ്റഡ് ആണ്. കമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരം, അല്ലെങ്കിൽ നമ്മുടെ ആ സൊസൈറ്റിനെ റിലേറ്റഡ് ആണ്. അപ്പൊ ഈ സൊസൈറ്റിയില് whatever happens in community has effects on schools. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണോ സംഭവിക്കുന്നത് അതനുസരിച്ച് സ്കൂളുകൾ നല്ല എഫക്ട് ഉണ്ടാവും. ഇത് എക്സ്പെക്ടഡ് സ്കൂൾ സ്റ്റുഡൻസ് whatever they learn about the health in school do inform or discuss with their parents and other family members. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഹെൽത്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. 2 times എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം, 2 times ബ്രഷ് ചെയ്യണം, നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വിയർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ്സ് ഈറ്റ് ചെയ്യണം, ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അതേപോലെ തന്നെ എന്താ പറയാ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണ്? നിങ്ങൾ തുറന്ന പാത്രങ്ങളൊന്നും എന്ത് ചെയ്യരുത്, വീടിന് പരിസരത്തും ഉപേക്ഷിക്കരുത്. കാരണം അതിൽ എന്ത് വരും? വെള്ളം കെട്ടി നിൽക്കാനും അതില് കൊതുകുകള് മുട്ടയിടാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ
ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പാരന്റ്സിനോട്. ഫാമിലിയിൽ വന്ന് ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനോടും പാരന്റ്സിനോടും അവരെന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുവഴി ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആർക്കും കൂടി കിട്ടണം, പാരന്റ്സിനും കൂടി കിട്ടണം. ഇത് okay. Whatever they learn about health in schools, to inform or discuss with their parents and other family members. നമ്മൾ സ്കൂളിൽ എന്താണോ പഠിക്കുന്നത് പാരന്റ്സിനോട് ഫാമിലി മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹെൻസ് ഹെൽത്ത് നോളജ് ജനറേറ്റ് ത്രൂ സ്കൂൾസ് ആൻഡ് പാരന്റ്സ് ഓൾസോ ഗെറ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ ഹെൽത്ത് നോളജ് സ്കൂളുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഈ ഹെൽത്ത് നോളജ് അവർ പാരന്റ്സിനോട് ഷെയർ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യണം? പാരന്റ്സും കൂടി എന്ത് കിട്ടാണ്? എഡ്യൂക്കേഷൻ കിട്ടാണ്. അപ്പൊ അവരും കൂടി കുറച്ചും കൂടി എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കിട്ടാണ്. അത് നല്ലതാണ്. കുട്ടികൾ പറയും ഇന്ന ഫുഡ് കഴിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ടീച്ചർ. ചെറിയ കുട്ടികളാണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കരായിരിക്കുള്ളൂ. കുഞ്ഞു മക്കള് അവർ നമ്മൾ പറയുന്ന കുഞ്ഞു മക്കളോട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ എന്താണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? പഠിക്കാനായിട്ട് അവർ ഭയങ്കര താല്പര്യം കാണിക്കും. ഒരു ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരെന്താ പഠിച്ചതെന്ന് പാരന്റ്സ് ചോദിക്കും. നമ്മളും ചോദിക്കാറുണ്ട് പാരന്റ്സ് ആകുമ്പോൾ മക്കൾ ഇന്ന് എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് ടീച്ചർ പറഞ്ഞു 2 നേരം ബാത്ത് ചെയ്യണം, ഇന്ന് ടീച്ചർ പറഞ്ഞു 2 നേരം ബ്രഷ് ചെയ്യണം, പിന്നെ നല്ല ഡ്രസ്സ് വിയർ ചെയ്യണമെന്ന് പറഞ്ഞു, നെയിലൊക്കെ കട്ട് ചെയ്ത് നിർത്തുന്ന ടീച്ചർ പറഞ്ഞു, 2 സൈഡിലും എന്ത് ചെയ്യണം? മുടി കോംബ് ചെയ്ത് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്താണ് ഇങ്ങനെയാണ് കുട്ടീനെ സ്കൂളുകളിലേക്ക് വിടുന്നതെന്നുള്ള ഒരു ബോധം നമുക്ക് എന്ത് കിട്ടണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതുവഴി നമുക്കും കൂടി കിട്ടാണ്. അപ്പൊ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവും. അതുവഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഹെൽത്ത് കനോട്ട് ബി അച്ചീവ്ഡ്. 1 മിനിറ്റ്. ഇവ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം? മെസ്സേജ് ഭയങ്കരമായിട്ട് വരുന്നത്. ഇവ നോ ഇല്ല, ഞാനത് കേട്ടിരുന്ന അതിനൊരു റിപ്ലൈ ചെയ്തിരുന്ന, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല, മെസ്സേജ് അങ്ങനെ അയക്കേണ്ട. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ മാത്രം അയക്കുന്നില്ല. Health cannot be achieved simply by taking 1 or 2 pills every day. നമുക്ക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ 2 നേരം മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ഹെൽത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹെൽത്ത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ശീലങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹെൽത്ത് cannot be achieved simply by taking 1 or 2 pills every day, not observing and applying this knowledge in everyday life. നമുക്ക് അതെങ്ങനെ മാത്രമാണ് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയും ഇങ്ങനെ മെഡിസിൻ എടുത്ത അസുഖം മാറും എന്നൊക്കെ പറയും. അതേപോലെ ഹെൽത്ത് നമുക്ക് അങ്ങനെ കിട്ടില്ല. ഹെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുകയും വേണം. ദ കെയർ ഓഫ് ദ ബോഡി റിഗാർഡിംഗ് ഫുഡ്, ക്ലീനസ്, exercise, protection against diseases are essential for awareness of sound. നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. നമ്മളുടെ വീടും പരിസരവും നമ്മളും ക്ലീൻ ആയിരിക്കണം, ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സസൈസ് ചെയ്യണം. ഇല്ലേ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് ഫുഡ് കഴിക്കുന്നു, നമ്മൾ ക്ലീൻ ചെയ്യണം മാത്രം മതിയാ? ഇല്ല, നമ്മൾ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് എടുക്കണം. ആർ എസെൻഷ്യൽ ഫോർ അവോയ്ഡൻസ് ഓഫ് സൗണ്ട്. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് ഹെൽത്തി ഫുഡ്സ്? എന്തെല്ലാമാണ് ഹെൽത്തി ഫുഡ്സ്? ഫ്രൂട്ട്സ്, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, ധാന്യവർഗ്ഗങ്ങള്, ഫ്രൂട്ട്സ്, ഓർഗാനിക് ഫുഡ്, വെജിറ്റബിൾസ്. ഏകദേശം അറിയാം ഹെൽത്തി ഫുഡ് എന്താണെന്ന്. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ്സ് എന്താണ്?
പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ, ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡ്സ്, പ്രോസസ്സർ അടങ്ങിയ ബേക്കറി ഐറ്റംസ്, കളേഴ്സ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, മൈദ ചേരുന്ന ഭക്ഷണങ്ങള്, പ്രിസർവേറ്റീവ് കൂടുതൽ ചേർന്ന ഫുഡ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കരുത്. എന്തൊക്കെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാം, എന്തൊക്കെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, ചോക്ലേറ്റ്, ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവർക്കും ധാരണ കിട്ടിയല്ലോ. അപ്പൊ ക്ലീൻനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻപൊരാള് പറയുന്നു കേട്ടോ, ഞാൻ വിളിക്കാം. ശ്രുതി മ്യൂട്ടായണോ? ശ്രുതിയാണോ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, മോന്റെ പേര് ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാൻ ഒരാളോട് ചോദിക്കാം, എന്തൊക്കെയാണ് ക്ലീൻനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലീൻനെസ് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഒരാൾ കേട്ടോ. ക്ലീനസ് ആണോ മാഡം? അതേടാ, ക്ലീൻനെസ്. ക്ലീനസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ദിവസം ഓക്കെ, പേഴ്സണൽ ഹൈജീനിക്ക് വരും ക്ലീൻനെസ്സിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല രീതിയിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിലുള്ള അണുക്കളൊന്നും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഇൻഫെക്ഷൻസ് ഒന്നും ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം 2 times ഇടെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ നെയിലൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ നമ്മള് മുടിയൊക്കെ നല്ല രീതിയിൽ കോംബ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നമ്മുടെ ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ 2 നേരം കുളിക്കണം, ഡ്രസ് വാഷ് ചെയ്യണം, ക്ലോത്ത് യൂസ് ചെയ്യണം, വൃത്തിയുള്ള ഡ്രസ് വാഷ് ചെയ്യണം, നഖം വെട്ടണം, എപ്പോഴും 2 നേരം മാറ്റണം കുട്ടികളില്. ഓക്കെ, ഡ്രസ് ഇന്നേഴ്സ് ഒക്കെ നമ്മൾ 2 നേരം മാറ്റാൻ നല്ലതാണ്. വാഷ് ചെയ്യണം. ചുമക്കുമ്പോഴും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം. തുണികൾ വെയിൽ കൊണ്ട് ഉണക്കുന്നത് നല്ലതായിരിക്കും, കാരണം നല്ലതാണ്. പിന്നെന്താണ്, നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലോത്ത് നല്ല ഉണങ്ങിയ ഡ്രസ്സുകൾ കൊടുക്കാനായിട്ട് നോക്കുക. അതേപോലെ സീസണബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കുട്ടികൾക്ക് കൊടുക്കാം. ക്ലൈമറ്റിന്റെ സീസൺസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഡ്രസ്സ് വിയർ ചെയ്യാൻ കൊടുക്കാം. അപ്പൊ ഒരുപാട് ചൂടുള്ള ടൈമിലാണെങ്കിൽ ഏത് ഡ്രസ്സാണ് കംഫർട്ടബിൾ? കോട്ടൺ. ഒരുപാട് കനവാണെങ്കിലോ? ഉള്ളൻ ഡ്രസ്, ബനിയൻ ടൈപ്പ്. വോളൻ ക്ലോത്ത് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ ടൈമിൽ നമ്മൾ രാത്രിയൊക്കെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് സെറ്ററൊക്കെ ഇടിപ്പിച്ച് കുട്ടികളെ അത്രയും കെയറോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഉറക്കാൻ നിർത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലീൻനെസ്സിൽ ശ്രദ്ധിക്കണം. ഇനി എക്സസൈസ് എന്തൊക്കെ ചെയ്യിപ്പിക്കാം? വാക്കിംഗ്, റണ്ണിങ്. ശരിയാണ്, നടത്താൻ പറ്റും. സൈക്ലിംഗ്, സ്വിമ്മിങ്, സ്വിമ്മിങ്, ഡാൻസിങ്, എക്സസൈസുകൾ നമ്മൾ അവർക്ക് കൊണ്ട് എന്ത് ചെയ്യാ, ചെയ്യിക്കാം. റണ്ണിങ്, ഡാൻസിങ്, വാക്കിംഗ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. ഔട്ട്ഡോർ ഗെയിംസ് കുറച്ച് കൊടുക്കുക, കാരണം കുട്ടികൾ പുറത്തു പോയി കളിക്കട്ടെ, നല്ല രീതിയിൽ കളിച്ച് തന്നെ വലുതാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കാം. ഇനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ പറ്റും? അവരോട് ബാത്റൂമിലൊക്കെ പോകുമ്പോ കൈകളൊക്കെ നന്നായിട്ട് കഴുകാൻ പറയാ, കാല് കഴുകാനൊക്കെ പറയാ. ബാത്റൂമിൽ യൂസ് ചെയ്യുമ്പോ ചെരുപ്പ് യൂസ് ചെയ്യണം. പിന്നെ കളിച്ച് കഴിഞ്ഞാല് വന്നിട്ട് വാഷ് ചെയ്യാന് കൈയെല്ലാം നല്ലോണം വാഷ് ചെയ്യാൻ പറയണം. പുറത്തു പോയി കൈയും കാലെല്ലാം കൈയും കാലൊക്കെ നന്നായിട്ട് കഴുകാൻ പറയാ.
മാം രാവിലെ എണ്ണീറ്റ ഉടനെ തന്നെ വെറും വയറ്റില് തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കണം. എന്നിട്ട് എക്സസൈസുകൾ ചെയ്യാൻ ഡെയിലൊക്കെ പറയണം. പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യാം. സ്കൂൾ വിട്ട് വന്നാൽ തന്നെ കുളിക്കാൻ പറയാം. പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസിന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹെൽത്തി ഫുഡ് നമുക്ക് ഫുഡ് പറഞ്ഞല്ലോ, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയും കാലം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം. പുറത്ത് എവിടെ പോയാലും അല്ലെങ്കിൽ കളിക്കാൻ പോയി കഴിഞ്ഞാലും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ട്. ബാത്റൂമിൽ പോയതിനു ശേഷം നമ്മൾ കൈ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. അത് കുറെ ശീലങ്ങൾ നമ്മൾ അവർ ചെറുപ്പത്തിലേ ബാത്റൂമിൽ കയറുമ്പോ ചെരുപ്പിടാൻ വേണ്ടി നിർദ്ദേശിക്കണം. are essential for the awareness of sound. ഇൽനെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം, പഴയ ഫുഡൊന്നും കൊടുക്കാതിരിക്കുക, തുറന്നു വെച്ചിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക. തുറന്നു വെച്ചിട്ടുള്ള ഫുഡുകളിൽ ഈച്ചയൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് അസുഖങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ കുറച്ച് നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെ ആവാൻ നോക്കുക. നമ്മുടെ പരിസരവും അതേപോലെ നമ്മുടെ വീട് പരിസരമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ വെയർ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇനി മ്യൂട്ട് ചെയ്തോട്ടാ, ഡിസ്റ്റർബൻസ് ഉണ്ട്, അതാണ് അവരോട്. ഓക്കെ, teaching principle of health and hygiene is important. Our school days make the foundation of habits. സ്കൂളുകളെ സംബന്ധിച്ച് ടീച്ചിങ് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിക്കുന്ന ശീലങ്ങൾ മറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിച്ച ഒരു ശീലവും മറക്കില്ല. കാരണം എന്താണ്, നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ എന്ത് ചെയ്യും, അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ എന്താണ്, ആ ടൈമിലാണ് നമുക്ക് ശീലങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശീലിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഏത് ടൈമിലാണ്, സ്കൂൾ ടൈമിലാണ്. നമ്മൾ ഓരോ ടീച്ചേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനും ബേസിക് ഹൈജീനിക് ഹാബിറ്റ്സും എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, നാളെ നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് യൂറിൻ ഹാബിറ്റ്സ് അത് ശീലിപ്പിക്കണം. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എന്ത് ചെയ്യണം, കുട്ടികളോട് പറയണം. യൂറിൻ പാസ് ചെയ്യാറാവുമ്പോ പറയണോട്ടെ മക്കളെ, യൂറിൻ പാസ് ചെയ്യണം. അങ്ങനെ കുറെ ശീലങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ പറയുന്നത് 3 to 6 kg ആ ഒരു ഇയേഴ്സിലുള്ള കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ അവർ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. The school authority should guarantee the school building get fresh air and sunlight. ഇത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രോപ്പർ ആയിട്ട് ഫ്രഷ് എയറും സൺലൈറ്റും കിട്ടുന്നുണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ ക്ലാസ്സിൽ ഒരു 10 പിള്ളേരുണ്ട്, 10 കുട്ടികളുണ്ട്. ഒറ്റ ഡോറേ ഉള്ളൂ ആ ക്ലാസ്സിന്. അടച്ചു കൂട്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഫീൽ ഉണ്ടാവുന്നത്, ഭയങ്കര ശ്വാസം മുട്ടാണ്. നമുക്ക് ഒരു ആദ്യം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമ്മളത് ഫീൽ ചെയ്യണം. നമ്മുടെ കുട്ടികളോടൊക്കെ പെരുമാറുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് ജനലുകളുള്ള, ഒരുപാട് വലിയ നീളമുള്ള വരാന്തൊക്കെ പോലത്തെ ഒരു ക്ലാസ് റൂമാണ്. അതിലേക്ക് ഫ്രീ ആയിട്ട് അസിസ്റ്റന്റ് ഉണ്ട്, ഒരുപാട് എയർ കയറുന്നുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഫീൽ തോന്നും ഇല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്റെ മോള് പഠിക്കുന്ന സ്കൂളില് ഒരു വാതിലേ ഉള്ളൂ, ഒരു ജനലേ ഉള്ളൂ. മൊത്തം ക്ലോസ് ചെയ്തിട്ട് AC ഇട്ടിട്ട് അവര് പഠിക്കുന്നില്ലേ. അപ്പം അത് സ്കൂൾ മാനേജ്മെന്റ് അല്ലേ? അത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഇതാണ്. കാരണം ഫ്രഷ് എയർ, പിന്നെ അവർ AC ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ചിലപ്പോൾ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഫ്രഷ് ഖത്തറിലാണ് ഞാൻ. ഓക്കെ ഓക്കെ, അവിടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ നാട്ടിലത്തെ കാര്യമാണ് കേട്ടോ. ഓക്കെ, അവിടെ പിന്നെ ചൂട് കുട്ടികളെ ആ ഒരു ചൂടത്തൊന്നും നിർത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവർ അത്രയും കാര്യങ്ങൾ അത്ര പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുന്നത്. അത് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിന്റെ അനുസരിച്ച് അവർ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ നാട്ടിലത്തെ കാര്യമാണ്.
ഫ്രഷ് എയറും സൺലൈറ്റും കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്കൂൾ ബിൽഡിങ്സ് എന്ത് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രോപ്പർ വാട്ടർ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾക്ക് ശുദ്ധമായിട്ടുള്ള വാട്ടർ കിട്ടുന്ന രീതിയിലുള്ള പ്യൂരിഫയേഴ്സ് ഇപ്പൊ മിക്ക സ്കൂളുകളും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ളത് എവിടെയാണ്? ഗവൺമെന്റ് സ്കൂളുകളിലാണ്. പക്ഷെ അവിടെ എന്തില്ല, പഠിക്കാനായിട്ട് കുട്ടികളില്ല. ഭയങ്കര വിഷമം തോന്നി. ഞാൻ പഠിച്ച സ്കൂളിലാണ് പോയിട്ട് അന്ന് ഒരുപാട് ഡിവിഷനും ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സ്കൂളില് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1-2 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ ഇംപ്രൂവ്ഡ് ആണ്. അവിടെ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ഡോക്ടറേറ്റ് ഉള്ള PhD ഉള്ള ടീച്ചേഴ്സ് ഒക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്തില്ല, കുട്ടികളില്ല. നമ്മളെ പോലത്തെ പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് സ്കൂളിലേക്ക് ഒന്നും കുട്ടികളെ വിടുന്നില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, കുട്ടികളെല്ലാവരും മുമ്പ് ഞാനൊക്കെ പഠിച്ചപ്പോ കുടിവെള്ള പൈപ്പ് എന്ന് പറഞ്ഞൊരു പൈപ്പായിരുന്നു ഉണ്ടായിരുന്നു. ഒറ്റ പൈപ്പ് ഉണ്ടാവുള്ളൂ. അതിൽ നിന്നായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചെന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ കുട്ടികളും ക്യൂ നിൽക്കാൻ കേട്ടോ. ഞാൻ നോക്കിയത് എന്താ ക്യൂ നിൽക്കുന്നത്, എല്ലാവരും വാട്ടർ ബോട്ടിലായിട്ട് കൈ പിടിച്ചിട്ടാണ് ക്യൂ നിൽക്കുന്നത്. നോക്കിയപ്പോ എന്താ അവിടെ പ്യൂരിഫയറിൽ നമുക്ക് ഹോട്ട് വാട്ടർ വേണമെങ്കിൽ ഹോട്ട് വാട്ടർ, കൂൾ വാട്ടർ വേണമെങ്കിൽ കൂൾ വാട്ടർ, പിന്നെ മീഡിയം എന്ന് പറയുന്ന ഓപ്ഷനിലായിരുന്നു. അപ്പൊ അവരതിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് കുട്ടികൾ പോകുന്നു. അപ്പൊ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡ്രിങ്കിങ് ഹാബിറ്റ് അതുവഴി എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫെബ്രുവരി മാർച്ച് ആയ സമയത്ത് നമുക്ക് എന്തായി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഹൈ ആയ ഒരു ടൈം ആയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിലൊക്കെ. അപ്പൊ ആ ടൈമിൽ ഡ്രിങ്കിങ്ങിന് ഇന്റർവെൽസ് കൊടുക്കുന്നു. വാട്ടർ ബെൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു അത്? വാട്ടർ ബെല്ല്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയിൽ ബെല്ലടിക്കും. ആ ടൈമിൽ നമ്മൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴിയുള്ള അസുഖങ്ങള്, വെള്ളം കുടിക്കാതെ തന്നെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടല്ലോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുട്ടികളാകുമ്പോൾ അവർക്ക് ഭയങ്കര പെട്ടെന്ന് അസുഖങ്ങൾ വരാനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വാട്ടർ ബെൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കേരള സ്റ്റേറ്റിൽ മൊത്തമായിട്ട് നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാം ആണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഒരു പദ്ധതിയായിരുന്നു. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചു. ഒരു ടൈമിൽ ബെല്ലടിക്കും. ആ സമയത്ത് എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, വാട്ടർ കുടിക്കണം എന്ന് നിർബന്ധമാക്കി. കാരണം ആ സമയത്ത് ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു. ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിപ്പോ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കരമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ വല്ലതും കട്ടാവുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മാം. ഓക്കെ, മോനെ റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ സിന്ധു? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറെ പ്രോഗ്രാംസുകൾ നമുക്ക് സ്കൂളുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്രോപ്രിയേറ്റ് എക്സസൈസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സ്കൂൾ കരിക്കുലം. നമ്മളൊക്കെ പഠിച്ച സമയത്ത് എന്താണ് PT ഇടായിരുന്നു. പ്ലേ ടൈം എന്ന് പറഞ്ഞൊരു അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ ടൈമിൽ കുട്ടികൾ കുറച്ചുകൂടി എന്താണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ PT ടൈമിൽ വെറുതെ അവിടെ ഇവിടെയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാണ്ട് ഒരുപാട് ഗെയിമുകൾ, കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. Appropriate exercise should be included in school curriculum in between study hours, which will be helpful to make the student more powerful. ഞാൻ പഠിച്ച സമയത്ത് 10th-ലാണ് തോന്നുന്നു, 10th ഉണ്ടായിരുന്നില്ല PT. 9th വരെ ഞങ്ങൾക്ക് PT അവർ ഉള്ളൂ. അപ്പൊ 9th എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണ് ഞങ്ങളുടെ PT അവർ വേണ്ടത്. 2 അവർ ഫിക്സ് PT ആണ്. ഫ്രൈഡേ ലാസ്റ്റ് അവർ 1 അവർ ഉള്ളൂ എന്ന് തോന്നുന്നു. ഫസ്റ്റ് അവർ 1 അവറേ ഉള്ളൂ, ലാസ്റ്റ് അവറിൽ 1 അവറേ ഉള്ളൂ. ആ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്, വലിയൊരു ഗ്രൗണ്ടാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കളിക്കാനൊക്കെ പറ്റും. ഞങ്ങളുടെ ടീച്ചർക്ക് ഞങ്ങളെ PT എടുക്കാൻ ടീച്ചർക്ക് ഭയങ്കര നിർബന്ധമാണ് കുട്ടികൾ ആ സമയത്ത് എന്ത് വേണം, ഗ്രൗണ്ടിൽ ഉണ്ടാവണമെന്ന് ടീച്ചർ. അപ്പൊ എക്സ്ട്രാ വേണമെന്ന് ടീച്ചേഴ്സ് ഒക്കെ വന്നാലും ടീച്ചർ കൊടുക്കൂല. മറ്റേ ഇത് PT അവറാണ്. എനിക്ക് തന്നെ ഈ ക്ലാസ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും.
അത് ഫസ്റ്റ് ഒരു റൗണ്ട് ഒക്കെ ഞങ്ങൾ ഓടിക്കുകയൊക്കെ ചെയ്യും. ഗ്രൗണ്ട് വലുതാണ്, അപ്പൊ റൗണ്ട് കറങ്ങിയൊക്കെ ഓടാൻ പറയും. അത് ഓടി വരും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ഫ്രണ്ട്സും കൂടെ ഒരുമിച്ച് കബഡിയൊക്കെ കളിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആണ് കളിച്ചിരുന്നത്. കുറച്ചും കൂടി നമ്മൾ റിലാക്സ്ഡ് ആണ് ആ ടൈമിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സൺഡേ സാറ്റർഡേ ആണ് പിന്നെയും ബിസി ആവുന്നതിന് മുമ്പ് നമ്മളൊരു ബോഡി എന്താ വേണം, റിലാക്സ് ആവണം. കുറച്ചും കൂടി എന്താ പറയാ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവണം. The school should able to provide children with a pleasant atmosphere for their growth and development. നമ്മള് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കുട്ടികളോട്. കാരണം അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തും ഡെവലപ്മെന്റും നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഏജിലാണ്. ആ സമയത്ത് കുട്ടികൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് സ്കൂളിന്റെ ഭാഗത്തുനിന്നും അതേപോലെ അല്ലെങ്കിൽ നമ്മളുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ അടുത്തേക്ക് അവർ വരുമ്പോൾ അത് ഹാപ്പി ആയിട്ട് വേണം വരാനായിട്ട്. നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ട അത്രയും സ്നേഹത്തോടു കൂടി അത്രയും വാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ കുട്ടികളെ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി ഈ പോർഷൻ. എല്ലാരും വായിച്ചാ? ഓക്കെ, വേറൊന്നുമില്ല. സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോണ പോർഷൻ. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തിനെ കുറിച്ചിട്ടും ഹൈജീനിക്കിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആദ്യമാണ് ടീച്ചേഴ്സിന്റെയാണ്. മെയിൻ നല്ല ഗുഡ് ഫുഡ് ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ന കാര്യങ്ങളാണ് ഹെൽത്തി ഫുഡ്സ്, ഇന്ന കാര്യങ്ങളാണ് അൺഹെൽത്തി ഫുഡ്സ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് പ്രിക്കോഷണറി അതേപോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നമുക്ക് ഫോളോ ചെയ്യാവുന്ന കുറച്ച് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി കുട്ടികളുടെ ഇടയിൽ സിവിക് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. പൗരത്വ ഉത്തരവാദിത്തങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുട്ടികളോട് ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പ്രൊവൈഡ് നോക്കാം. Aims and values of health education. The following are the main aims and the object of health education, of course, to provide information about health and hygiene. Health and hygiene ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. സ്കൂളുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് ഹൈജീനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ഓവറായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും നല്ലത് എന്താണ്, ഇമേജിംഗ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഒരു കുട്ടി വാഷ് ചെയ്യണുണ്ട്, പോസ്റ്റേഴ്സ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ട് അവർക്ക് നമ്മുടെ ക്ലാസ് ചാർട്ട് പേപ്പേഴ്സിലൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, വാഷ് ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു കുട്ടി നല്ല വാഷ് ചെയ്യണ കാണിക്കാം. വാഷ് ടോയ്സ് ചെയ്യട്ടെ, രണ്ടു നേരം എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ കാണിക്കാം. ബ്രഷ് ചെയ്യണ ഒരു ഇമേജ് ആണെങ്കിൽ
ബ്രഷ് ബിഫോർ ആൻഡ് സോറി early at the morning and last നമ്മൾ എന്താ പറയാ ബിഫോർ സ്ലീപ്പിംഗ് ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് 2 നേരം ചെയ്യണം. ആ 2 കാര്യങ്ങളും ഒന്ന് ഇമേജിൽ കാണിക്കുകയാണെങ്കിൽ കുട്ടികളത് മനസ്സിലാക്കി. ഹൈജീനിക്കിന്റെ അനിമേഷൻ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുക കുട്ടികളെ. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ ഹെൽത്ത് ഹൈജീനിക് ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ നമ്മൾ കുറെ ശീലങ്ങൾ ശീലിപ്പിക്കാം. നെയിലൊക്കെ പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് നിർത്തണം. അതേപോലെ ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചും ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ചും വ്യക്തമായി നമ്മൾ കുട്ടികൾക്ക് വാണിംഗ് കൊടുക്കണം. To provide information about health and hygiene, it aims at introducing the pupils. The pupils എന്ന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള അർത്ഥമാണ്. And the teachers with the functioning of the body. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. The roles of health and hygiene, the preventive measure for warning of disease. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. വാർണിംഗ് ഓഫ് ഡിസീസ്, നമ്മൾ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള വാർണിംഗ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇറ്റ് ഈസ് ടു ബി നോട്ടീസ് ദ പ്യൂപ്പിൾസ് ഹൗ ദ ബാഡ് ഹാബിറ്റ്, എന്താണ് ബാഡ് ഹാബിറ്റ്, അൺഹൈജീനിക് വേ ഓഫ് ലിവിങ്, എങ്ങനെയാണ് അൺഹൈജീനിക് വേ ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. അഡിക്ഷൻ ടു സ്മോക്കിംഗ് ആൻഡ് ലിക്കേഴ്സ് ആൻഡ് സച്ച് അൺഹെൽത്തി പ്രാക്ടീസസ്, ഇതെല്ലാം ആൻഡ് റിസൾട്ട് ഇൻ റോങ് കോൺസിക്വൻസ്, ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ലിക്കേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതേപോലെ സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ വരും. ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, പർട്ടിക്കുലർലി ഫ്രം സ്റ്റാൻഡേർഡ് പോയിന്റ് ഓഫ് ഹെൽത്ത്. ഒരു കുട്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്റെ അഭിപ്രായത്തില് കുട്ടികളെ ചെറുപ്പത്തില് ചെറിയ കുട്ടികളെ ഈ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുപോകില്ലേ, പല പല സ്ഥലങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകില്ലേ, അപ്പോ അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ക്യാൻസർ റിസർച്ച് സെന്റേഴ്സ് ഉണ്ടാവും, പല ടൈപ്പ് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാർ, അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം നല്ലതാണെന്ന് എന്റെ അഭിപ്രായം. കാരണം ഈ സ്മോക്കിങ്ങും കൂടുതലായിട്ട് ലിക്കേഴ്സിലേക്ക് ഉപയോഗം മൂലം ഒരുപാട് ക്യാൻസറുകൾ വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് അറിയാൻ പറ്റും. ചെറുപ്പത്തിലെ അവർക്ക് അതിനെക്കുറിച്ച് അവെയർ ആവും. അപ്പൊ അവരെന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ അഡിഷൻസ് ഫോളോ ചെയ്യില്ല. അവർക്കറിയാം അത് ബാഡ് ആണെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെ അസുഖങ്ങൾ വരും. ആ ഒരു ചെറുപ്പത്തിലേ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വലുതായി കഴിയുമ്പോഴും ഇതെന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് ഒന്നും അവരുടെ ലൈഫ് ലോങ് അവരെന്തെങ്കിലും ഫോളോ ചെയ്യില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റർ പറഞ്ഞു, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് എന്ത് ചെയ്യാ, പ്ലേസ് ചെയ്യാം. ബാഡ് ഹാബിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. കുട്ടികളാണ് അവരെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അത്ര സേഫ് ആണ് നമ്മുടെ കുട്ടികൾക്ക് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അത്ര സേഫ് അല്ല. നമ്മൾ നമ്മുടെ ചുറ്റും പരിസരത്ത് ഒരു 100 കണ്ണുകൾ വേണം. ഒരു കുട്ടി വലുതായി വരുന്നവരെയും അമ്മമാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അവർ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ള എഡ്യൂക്കേഷൻ ചെറുപ്പത്തിലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. കുട്ടികളോട് നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാനായിട്ട് അവർ പഠിപ്പിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചർമാരുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ പഴയ പോലെ അല്ലല്ലോ നമ്മളുടെ ഓരോ ടീച്ചേഴ്സും. അത്ര മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഒരു വടിയും പിടിച്ച് ദേഷ്യമൊക്കെ കാണിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇപ്പൊ ഞാനായാൽ പോലും നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ചീത്ത വഴക്കോ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താണ്, എന്റെ വേ ഓഫ് ടീച്ചിങ് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ആരെയും തല്ലി പഠിപ്പിക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ അവരെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അവർക്ക് തോന്നണം, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി നല്ല രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് ചെയ്യാം. നമ്മൾ അവരെ പഠിപ്പിക്കുക. അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഫുഡ് ഹെൽത്ത്, നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ല ഹെൽത്തി ഹാബിറ്റ് ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരെ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം.
അപ്പൊ നിങ്ങൾ പറയും നമ്മളൊക്കെ ശീലിക്കാൻ ശീലം കറക്റ്റ് ആണോ? രാവിലെ എന്താണ് എല്ലാവരും കഴിക്കുന്നത്? പുട്ട് അല്ലെ, അരി ഭക്ഷണമാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് എന്താ കഴിക്കണേ? ചോറ്. വൈകുന്നേരം എന്താ കഴിക്കണേ? ചോറ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന റൈസ് ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ് ഇത് കൂടുതൽ. അത് നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് ആണോ? അല്ലാത്ത. നമ്മളുടെ പൂർവികർ കഴിച്ചു, അതുകൊണ്ട് നമ്മൾ കഴിക്കണോ എന്നാ പറയുന്നത്. നമ്മുടെ പൂർവികര് ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ നന്നായിട്ട് കാലത്ത് പറമ്പിലൊക്കെ എന്ത് ചെയ്തിരുന്നു? വർക്കൊക്കെ അല്ലെങ്കിൽ പണികളൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടായിരുന്നു അവർ ഈ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത്. അപ്പൊ അവരെന്താണ്, ഓൾറെഡി അത് എന്തായിട്ടുണ്ട്, ഡൈജസ്റ്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് വർക്ക് ചെയ്യുന്ന എനർജി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും എനർജി എഫേർട്ട് എടുക്കുന്ന ജോലികളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ അറിവിലില്ല. കാരണം ഞാനടക്കം എന്താ പറയാ, എങ്ങനെ ജോലികളൊക്കെ സിമ്പിൾ ആക്കാന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജോലിക്കും ഇപ്പൊ ഇന്ന് മെഷീൻസ്, ഇപ്പൊ എന്താ പറയാ, നമ്മള് അരക്കല്ലിന്റെ കാര്യം, മുമ്പൊക്കെ നമ്മള് ചമ്മന്തിക്ക് അരക്കണെങ്കിലാണ് അരക്കാണ് ചെയ്യണത്. അരക്കല്ല് എന്ന് പറയുന്ന കല്ലുണ്ടായിരുന്നു. അതിപ്പോ വീടുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. കുറച്ച് നാളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കണ കല്ല്, അലക്കല്ല് ഇല്ലാതെയാകും. കാരണം എന്താണ്, വാഷിംഗ് മെഷീനത്തിന്റെ വരവോട് കൂടി അത് മാറി. എന്താണ്, മിക്സിയുടെ വരവോട് കൂടി അരക്കല്ലിന്റെ ഉപയോഗം മാറി. വാഷിംഗ് മെഷീൻ വന്നതോടുകൂടി അലക്കല്ല് വേണ്ടാതെയായി. നമ്മള് വിറകടുപ്പുകൾ ഇപ്പൊ യൂസ് ചെയ്യാറുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ മുമ്പ് എഫേർട്ട് എടുത്തിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വീടൊക്കെ മുമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ താഴത്ത് തറയിൽ തുണിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തില് അച്ഛന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ തുടച്ചു തരണം. സന്ധ്യക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് പേരെ തുടയ്ക്കണം. അത് നമ്മളിങ്ങനെ കടന്ന് നല്ല രീതിയിൽ അധ്വാനിച്ച് തുടയ്ക്കണം. അച്ഛൻ പറയും ഈ പുടവയറൊക്കെ പോകാൻ നല്ലതാണെന്ന്. അന്ന് എനിക്ക് വയറൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ആയപ്പോ മടിച്ചായി. ഇപ്പൊ എന്താണ്, ഒരു സംഭവം ഉണ്ട്, കോലും കൊണ്ടാണ് തുടയ്ക്കുന്നത്. മറ്റേ എന്താ പറയാ, ഒരു ക്ലീൻ ചെയ്യുന്ന തുണികള്. ചിലവരുടെ വീട്ടില് മറ്റേ ആ മെഷീൻ ഉണ്ട്, ക്ലീൻ ചെയ്യുന്ന മെഷീൻ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് കുറച്ച് കർഷകരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടില് അവര് വീടൊക്കെ ക്ലീൻ ചെയ്യണത് എന്തോ മെഷീനിൽ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ അത് ആ മെഷീൻ പോയിട്ട് വാക്യൂം ക്ലീനർ വാക്യൂം ക്ലീനർ അല്ലടാ, അതിന് വേറെ എന്തൊരു റൗണ്ട് കളർ, റൗണ്ട് പോലത്തെ കറണ്ടില് കുത്തിയിട്ട് അത് അവര് വന്നിട്ട് 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ അവര് അത് ഓൺ ആക്കി കഴിയുമ്പോൾ പൊടി ഉൾപ്പെടെ എല്ലാ ഡസ്റ്റും കംപ്ലീറ്റ് ക്ലീൻ ആയങ്ങ് മാറും, വാഷ് ചെയ്തങ്ങ് മാറും. ബാത്റൂം ക്ലീൻ ആയാലും അടിച്ചു വാരി തുടക്കും. അത് അടിച്ചു വാരിയിട്ട് തുടക്കി ക്ലീൻ കഴുകി തുടയ്ക്കുന്ന ഉണ്ട്. ഓക്കെ. ഇപ്പൊ മെഷീൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കണേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് അത്രയും എന്ത് വേണ്ട, എനർജി വേണ്ട. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ് ആരുടെയാണ്? നമ്മുടെ പൂർവികരുടെ ഫുഡ് ഹാബിറ്റ് ആണ്. അന്ന് അവര് ഭക്ഷണം കഴിച്ച രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? അങ്ങനെയല്ല. അതേപോലെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടത്, അതായത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു ഫുഡ് ഐറ്റം ആണ് ഷുഗർ. ഷുഗർ കുറയ്ക്കുക. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പഞ്ചസാര ശീലിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷുഗർ കുറയ്ക്കാൻ നോക്കാം. മാക്സിമം നമ്മള് ഫുഡില് എന്ത് കുറയ്ക്കാം, ഷുഗർ കുറയ്ക്കാൻ നോക്കാം. എന്റെ മോന് ഞാൻ ഇതുവരെയും എന്ത് കൊടുത്തിട്ടില്ല, ഷുഗർ കൊടുത്തിട്ടില്ല. മിഠായി ആയിട്ടും അതേപോലെ തന്നെ അവന് ഭക്ഷണം ഉണ്ടാക്കുമ്പോ, അല്ലെങ്കിൽ കുറുക്ക്, ഒരു 1.5 വയസ്സായിട്ടുള്ള ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും, ഷുഗർ അവോയ്ഡ് ചെയ്യും. മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്. അത് എന്താ പറയാ, എന്താ പറയാ, ടൈപ്പ് 2 ഷുഗർ ആണ്. ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. അദ്ദേഹം ഫോളോ ചെയ്ത ഫുഡ് ഹാബിറ്റ് കാരണമാണ് അദ്ദേഹത്തിന് ഷുഗർ വന്നത്. അപ്പൊ മോൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഷുഗർ നോക്കിക്കഴിഞ്ഞപ്പോ ഇത്ര നോർമലായി. പെട്ടെന്ന് സാധാരണ കുട്ടികൾക്ക് ഷുഗർ നോർമൽ ആവണതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു, കുട്ടിക്ക് നോർമൽ ആയിട്ട്. സിസ്റ്റർ എന്നോട് ചോദിച്ചു, പാരന്റ്സിന് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ? നമ്മുടെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് ഫുഡ് നമ്മൾ പുതിയതായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഒരു 6 months മുതൽ നമ്മൾ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഷുഗർ അവോയ്ഡ് ചെയ്തു. ഷുഗർ ഞാൻ കൊടുക്കാറില്ല, പഞ്ചസാര ഇട്ടൊന്നും കൊടുക്കില്ല അവന്. എനിക്ക് തോന്നുന്നു പഞ്ചസാരയുടെ അതൊക്കെ ഷുഗറിന്റെ ടേസ്റ്റ് അറിഞ്ഞൂടാ. ലൈറ്റ് മധുരം ആ ഒരു ടേസ്റ്റ് മാത്രം. അവന് ഭക്ഷണം കൊടുക്കും, റൈസ് കൊടുക്കും, അതൊക്കെ ഒരു അളവിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡയറ്റ് ഞാൻ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കും, ഫ്രൂട്ട്സും കൊടുക്കും. ഫ്രൂട്ട്സിലുള്ള ഷുഗർ കുഴപ്പമില്ല, അത് മാത്രം അവന് അറിയുള്ളൂ. അല്ലാതെ
നമ്മൾ ഈ പഞ്ചസാര വഴി കിട്ടുന്ന ആ ഷുഗർ അവര് തീരാനോട് ഞാൻ അത് മനഃപൂർവ്വം അത് അവോയ്ഡ് ചെയ്തിരിക്കണേണ്. ഇപ്പൊ വലുതായി വരുമ്പോ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ പാരന്റ്സ് ഒക്കെ കുട്ടികളോടാണ് മെയിൻ ആയിട്ട്. കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചോക്ലേറ്റ് കൊടുത്തിട്ടാണ് അല്ലെ? ചോക്ലേറ്റ് മിഠായിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. ഞാൻ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും വാങ്ങി ചെയ്ത് വെച്ചു. മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, കാരണം ഷുഗർ വരും. ഇപ്പൊ ഹസ്ബൻഡ് ഷുഗർ ഉണ്ട്, അപ്പൊ ഇങ്ങനെ ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കരുത്? കൊച്ചിന് മിഠായി വാങ്ങിച്ചു കൊടുക്കരുത്. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്യും? മിഠായി കൊണ്ടുവരും. ഞാൻ ഐസായിട്ട് അത് മാറ്റി വെക്കും, ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ഞാനത് കഴിക്കില്ല, കുട്ടിക്കൊച്ചിന് കൊടുക്കുകയുമില്ല. അപ്പൊ അത് മാറ്റി വെക്കുകയാണ്, അവരെ അറിഞ്ഞുകൂടാ. അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് അത് മറ്റുള്ളവർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ഞാനും ഹസ്ബൻഡ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നതാണ് ലേസ് അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല. ഇനിയിപ്പൊ ജ്യൂസ് ഒക്കെ വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ എന്ത് വാങ്ങിക്കും? ഫ്രൂട്ട്സ് വാങ്ങിച്ച് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അവർക്ക് ജ്യൂസ് അല്ലെങ്കിൽ ഈ എന്താ പറയാ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കില്ല. അപ്പൊ അവരൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാരന്റ്സ് ആണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഭയങ്കര സ്നേഹം കാണിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൊടുക്കരുത്, കൊച്ചിന് ഷുഗർ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവന് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇതൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ മുമ്പ് ശീലിച്ച ഫുഡ് ഹാബിറ്റ്സ് അല്ല ഇപ്പൊ ശീലിക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ തനി മലയാളി എന്താ ചെയ്യണത്? പുട്ടും കടലക്കറി അല്ലെ? അതിലെന്തുണ്ട്? റൈസാണ്, അരിയാണ്. അരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നത്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവാണ് കൂടുന്നത്. അപ്പം അതും അരിയാണ്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാതെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അരി ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അരി ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഗോതമ്പിന്റെ ഒരുപാട് കഴിക്കാനല്ല, ഒരു ലിമിറ്റ് വെച്ചിട്ട് ഗോതമ്പ് ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം. രാവിലെ അല്ലെങ്കിൽ നമുക്ക് രാവിലെ സലാഡ് കഴിക്കണം നല്ലതായിരിക്കും. സാലഡുകൾ ഒരുപാട് ടൈപ്സ് ഓഫ് സാലഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അറിയാം ഒരുപാട് സാലഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം നല്ലതായിരിക്കും. അതിൽ വേണമെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ വല്ല ഇത് എന്താ പറയാ ധാന്യങ്ങളൊക്കെ ചേർക്കാൻ പറ്റും. ഈ എന്താ പറയാ കടലയൊക്കെ പുളി വേവിച്ചിട്ട് അത്, അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത്. കാരണം എനിക്കിത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ ഹസ്ബൻഡിന് ഷുഗർ വന്ന സമയത്ത് ഹസ്ബൻഡ് ഷുഗർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ മെഡിസിൻ എടുക്കാതെ തന്നെ ഞാൻ ഷുഗർ നോർമൽ ആക്കി. കാരണം ആ രാവിലെ തന്നെ ഞാൻ കൊടുക്കണം എന്താണ് സാലഡ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഞാൻ 2 ചപ്പാത്തി കൊടുക്കും. 7 മണി ആ സമയത്ത് 2 ചപ്പാത്തി, കുറച്ച് കറി, അത് കടലക്കറി അങ്ങനെ എന്തെങ്കിലും കറി കൊടുക്കും. ഒരു 11 മണി ആവുന്ന സമയത്ത് സാലഡ് കൊടുക്കും. ഉച്ചയ്ക്ക് ചോറ് അവോയ്ഡ് ചെയ്ത്, തീരെ അവോയ്ഡ് ചെയ്തല്ല, ചോറ് കുറച്ച് ഒരു അളവിൽ കൊടുക്കും. ബാക്കി ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് കറികൾ കൊടുക്കും. അപ്പൊ ആ കറികൾ കഴിക്കുമ്പോൾ തന്നെ ഏകദേശം വയറിനറിയും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സാലഡ് കൂടി കൊടുക്കും. സാലഡൊക്കെ പല ടൈപ്സ് സാലഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ നൈറ്റ് എന്ന് വെച്ചാൽ നേരത്തെ ഭക്ഷണം കൊടുക്കും. നേരത്തെ ഞാൻ ഭക്ഷണം കൊടുക്കും. ഒരു 8 മണിക്കുള്ളിൽ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം എന്താണ് ഏകദേശം നോർമൽ ഷുഗറിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ആയിരുന്നു. ആ സിറ്റുവേഷനിൽ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഫൈബർ കണ്ടന്റുള്ള ഫുഡ്സ് കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോളം ഉണ്ടല്ലോ, ചോളത്തിന്റെ ഇതെടുത്തിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കും. അതേപോലെ ചെറുപയർ മുളപ്പിച്ച് അത് വെച്ച് സാലഡ് ഉണ്ടാക്കും. ഒരുപാട് ചെറുപയർ മുളപ്പിച്ച് കറി വെച്ച് കൊടുക്കും. പിന്നെ അതിന്റെ ഇല കട്ട് ചെയ്ത് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തോരൻ ഉണ്ടാക്കി കൊടുക്കും. മുരിങ്ങയില, ചീര, അങ്ങനെ ഒരുപാട് ഇലക്കറികളൊക്കെ കൊടുക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് കേട് വരാത്ത ടൈപ്പ് ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം? കുട്ടികളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഒരുപാട് കുറവെന്ന് പറയാൻ പാടില്ല. കുട്ടികൾ ആരോഗ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കുകയും വേണം. റാഗി നല്ലതാണ്. റാഗി ഞാൻ കൊടുക്കാറുണ്ട്. റാഗി വെച്ചിട്ട് ഞാൻ പുട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ മോന് റാഗി വെച്ചിട്ടുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. റാഗി നല്ലതാണ്, അയണിന്റെ കണ്ടന്റ് കൂടുതലാണ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ആണ് കേട്ടോ. ഹെൽപ്സ് എന്നാക്കിക്കോ. ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ വായിക്കുമ്പോൾ ഞങ്ങളുടെ ബുക്കിൽ മിസ്റ്റേക്ക് ഇല്ല, നിങ്ങളുടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അതൊന്ന് എഴുതിയത്. The school authority to keep certain principle of health in the schools. സ്കൂളിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്കൂൾ അതോറിറ്റി കീപ്പ് ചെയ്തതായിട്ട് വരും. എ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ഓഫ് ഗുഡ് ഹെൽത്ത് ഗ്രോ in pupils sufficient habits of
ഹൈജീനിക് അറ്റ്മോസ്ഫിയർ സച്ച് ആസ് ക്ലീനസ്. അപ്പൊ നല്ല രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ കൊടുക്കുക കുട്ടികൾക്ക് ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതേപോലെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നല്ല ക്ലീനസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ്. അമൃതം പൊടി നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിലും ഷുഗറിന്റെ അളവുണ്ട്. അപ്പൊ നമ്മളത് നോക്കിയിട്ട് കൊടുക്കാം. ഇതേപോലത്തെ നമുക്ക് പൊടികൾ വീട്ടിൽ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാന്ന്. കോൺഫിഡൻസ് നോക്കിയിട്ട് നമ്മളത് കൊടുക്കാനായിട്ട് നോക്കാം. കാരണം അതിൽ ഷുഗർ ഉണ്ട്, അമൃതം പൊടിയിൽ ഷുഗറിന്റെ അളവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നല്ലതാണ്, കൊടുക്കാൻ പാടില്ല എന്നല്ല, നല്ലതാണ്. ഒരുപാട് ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ടുള്ള പൊടിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ കുറുക്കൊക്കെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അളവില് പനങ്കൽക്കണ്ടം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. പനങ്കൽക്കണ്ടം അത്ര ഷുഗർ അല്ല, എന്നാലും ചെറിയൊരു അളവിൽ പനങ്കൽക്കണ്ടം ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ജസ്റ്റ് അവനൊട്ട് കഴിക്കാനൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി എന്തെല്ലാം പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ്, പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കുട്ടികൾ ഇപ്പൊ എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് പൊടിയുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കുട്ടികളെ മാസ്ക് വിയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ്, കാരണം മാസ്ക് നമ്മൾ വിയർ ചെയ്ത് ശീലിച്ച ശീലമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ കൊറോണയുടെ സമയത്ത് ആർക്കെങ്കിലും ചുമ, ജലദോഷം, കഫക്കെട്ട്, അതേപോലെ എന്തെങ്കിലും തോട്ട് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? ഈ മാസ്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഇൻഫെക്ഷൻസ് ഒന്നും പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ മാസ്ക് വെക്കുന്നത് നല്ലതായിരുന്നു എന്നാ പറയുന്നത്. മാസ്ക് ഒക്കെ മാറ്റി ഇപ്പൊ കുറച്ചു നാളായിട്ട് ഭയങ്കര തോട്ട് ഇൻഫെക്ഷൻസ്, കഫക്കെട്ട്, ജലദോഷം, എന്തൊക്കെ അസുഖങ്ങളാ. അപ്പൊ മാസ്ക് വെക്കാൻ നല്ലതല്ലേ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, ഇപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ കേൾക്കണവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ എന്താണ് ജലദോഷമാണ്, കഫക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ മാസ്ക് വെക്കുന്നത് നല്ലതായിരുന്നു, നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ നമുക്ക് ശീലിക്കാം, വീണ്ടും ശീലിക്കാം. എന്ത് ചെയ്യാം, മാസ്ക് ഒക്കെ വെക്കാനായിട്ട് ശീലിക്കാം. അപ്പൊ പുറത്ത് പൊടിയൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് മാസ്ക് വെക്കാനായിട്ട് നോക്കാം. ഇനി അങ്ങനെ ഇതില്ലെങ്കിൽ നമ്മൾ കർച്ചീഫ് മടക്കി കവർ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. It aims to take good precaution against pollution and spread of disease. അസുഖങ്ങൾ വരാതിരിക്കാനും പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് യൂസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ജലദോഷം, തുമ്മലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് റൂമിൽ എയർ സർക്കുലേഷൻ വരാൻ വേണ്ടി ജനൽ വാതിലൊക്കെ നല്ല രീതിയിൽ തുറക്കുക. എന്നിട്ട് ആ കുട്ടീനെ, ആ വയ്യാത്ത കുട്ടീനെ മാത്രം എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യാം, മാറ്റി നിർത്താം. മറ്റുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരും. കുട്ടികളാണ്, ഇമ്മ്യൂണിറ്റി കുറവാണ്, അവർക്ക് പെട്ടെന്ന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ മാത്രം എന്ത് ചെയ്യാം, മാറ്റി നിർത്താം. സോ ഗുഡ് ഹൈജീനിക് അറേഞ്ച്മെന്റ്സ് ആർ മെയ്ഡ്. നമുക്ക് കൂടുതൽ ഹൈജീനിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് മെയിൻ ചെയ്യാം. യൂറിനൽസ്, ടോയ്ലറ്റ്സ് ആർ കെപ്റ്റ് ക്ലീൻ. നമ്മള് കുട്ടികളൊക്കെ വരുന്ന സ്കൂളുകളിലുള്ള യൂറിനൽസ് കോമൺ ആണ്, അതേപോലെ ടോയ്ലറ്റ്സ് ഒക്കെ കോമൺ ആണ്. അത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാം. സീസിങ് ഇൻ done daily, and the rooms and the furnitures are kept neat and tidy. The edible in tuck shop saved from the flies. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നല്ല രീതിയിൽ വൃത്തിയിൽ നമ്മളുടെ റൂമും പരിസരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ റൂമോ അതേപോലെ ഫർണിച്ചറൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ ക്ലാസ്സിൽ നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള അറ്റ്മോസ്ഫിയർ, പൊടിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടേബിളിലേക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, പൊടിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ കുട്ടി വന്നിരിക്കുകയാണെങ്കിൽ അവരെന്ത് വരും, ഇൻഫെക്ഷൻ വരും, എന്താ പറയാ ഒരു അലർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം, നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കാം. എഡിബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അതൊന്നും കൊടുക്കാതിരിക്കാം. കാരണം ഈറ്റബിൾ എന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഈറ്റബിൾസ് ഇൻസ്റ്റക് അതിന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നാളെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതാട്ടാ, എനിക്കത് കണക്ഷൻ കിട്ടുന്നില്ല. അപ്പോ അങ്ങനത്തെ ഫ്ലൈറ്റ്സ് ഒക്കെ വന്നിരിക്കുന്ന ഫുഡുകളൊക്കെ കൊടുക്കാതിരിക്കുക എന്നാണ് അതിന്റെ മീനിങ് തന്നെ കേട്ടോ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടാ, എന്താണ് അവിടെ വന്ന മീനിങ് എന്ന്.
അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ലാസ്റ്റ് സെന്റൻസ് ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉള്ളതൊന്ന് കളറ് എനിക്ക് പറയുന്ന പോലെ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. മാം ഹലോ. പറഞ്ഞോടാ. ഈ ടക്ക് ഷോപ്പ് എന്ന് പറയുമ്പോ ഈ സ്കൂളിന്റെ ഒക്കെ ചുറ്റുവട്ടത്തുള്ള മിഠായി കടകളില്ലേ, സ്കൂളിന്റെ ഒക്കെ ചുറ്റുവട്ടത്തുള്ള, അപ്പൊ അതാണ്. അപ്പൊ അവിടെ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളില് എഡിബിൾ ആയിട്ടുള്ള, ഈറ്റബിൾ ആയിട്ടുള്ള എല്ലാത്തിലും ഈച്ചകളൊക്കെ വന്നിരിക്കില്ലേ, അപ്പൊ അതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് തോന്നുന്നത്. നോക്കട്ടെ കേട്ടോ, പറഞ്ഞുതരാം. അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എഡിബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ കടകൾ ഉണ്ടാവും, മിഠായി കട, ചെറിയൊരു പെട്ടിക്കടയൊക്കെ പോലത്തെ ആ കടകളിൽ, അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾ, തട്ടുകടയൊക്കെ പോലത്തുള്ള സ്ഥലങ്ങളിൽ ഫ്ലൈസ് ഒക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കും. കാരണം ഈ ഫ്ലൈസ് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വില്ലനാണ്. ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ അസുഖങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും, ഒരുപാട് അസുഖങ്ങൾ വരാൻ കാരണമാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ആണ് ആരുടെ ഫ്ലൈസ്. അപ്പൊ അത് വന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്നാ ചെയ്യോ? ചെയ്യാം. ഒരു ക്ലാസ്സില് ഓക്കെ, ഞാൻ പറയട്ടെ. ഹലോ മാം, കട്ട് ചെയ്യല്ലേ. ഇന്നലെ ഗ്രൂപ്പിന്റെ ലിങ്ക് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ, അതൊന്നും കൂടി പറയാവോ? എന്താണ്? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ആ ലിങ്ക് ഒന്നും കൂടി ഒന്ന് പറയാവോ? മനസ്സിലായില്ല. ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പഠിക്കണ ഗ്രൂപ്പിന്റെ ലിങ്ക്. സോറി മാം, അത് ഞാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഇന്നലെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിന്റെ. അതായിരിക്കും വേണമെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോറി, മനസ്സിലായിട്ടില്ല. ഒരു മിനിറ്റ് കേട്ടാ, ഒരു ആക്ടിവിറ്റി പറയണത് ശ്രദ്ധിക്കുക. നമ്മളെ ടീച്ചിങ്ങിന്റെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഹെൽത്ത് ഹൈജീനിക് ഹാബിറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. എല്ലാവരും ചെയ്യണം. ഹൈജീനിക് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ പറ്റും എല്ലാവർക്കും. എല്ലാവരും ചാർട്ട് പേപ്പറിൽ നല്ല രീതിയിൽ വരയ്ക്കാൻ ബോർഡർ ഒക്കെ കൊടുത്ത് നല്ല ഇമേജസ് ഒക്കെ പേസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈജീനിക് ഹാബിറ്റ്സ് വരുന്ന രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കണം. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറയാം മാഡം. ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈജീനിക് ഹാബിറ്റ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 നേരം വാഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം, അങ്ങനെ ബ്രഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കണം. ഓക്കെ മിസ്. നോട്ടിൽ തരാൻ മതിയോ അതോ ചെയ്യണ്ടേ? ചാർട്ടിൽ ചെയ്യണോ കേട്ടോ? ചാർട്ട് പേപ്പർ വാങ്ങണം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.